വരുമാന മാർഗമാക്കി മാറ്റിയ കഥയാണ് വിജിയുടേത്. ആലപ്പുഴ ബീച്ചിലേക്ക് പോകും വഴി അച്ചാറുകളും ഉപ്പിലിട്ടതും മാത്രം വിൽക്കുന്ന ഒരു കട കാണാം. ഒരു വീട്ടമ്മയുടെ കൈപുണ്യം ബ്രാൻഡായി മാറിയ കഥയാണ് വിജീസ് പിക്കിൾസിന് പറയാനുള്ളത്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്ന അച്ചാറുകളും ഉപ്പിലിട്ട വിഭവങ്ങളും. മാങ്ങ, നാരങ്ങ, നെല്ലിക്ക എന്ന് തുടങ്ങി ക്യാരറ്റ്, വെള്ളരിക്ക, പാവയ്ക്ക തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളും, പൈനാപ്പിൾ, മാമ്പഴം, ലോലോലിക്ക മുതൽ കാന്താരിമുളകും കമ്പിളി നാരങ്ങയുടെ തൊണ്ടും വരെ വിജിയുടെ കടയിലെ കുപ്പിക്കുള്ളിൽ രുചിയൂറും വിഭവങ്ങളാണ്. മാംസഭക്ഷണ പ്രിയർക്കായി വിവിധയിനം ഇറച്ചികളും മത്സ്യങ്ങളും അച്ചാറാക്കിയത് വേറെ. ഏറ്റവും ഒടുവിൽ പരീക്ഷിച്ചു വിജയിച്ച രുചിക്കൂട്ട് കക്ക ഇറച്ചി അച്ചാറിൻ്റെതാണ്. തിരിഞ്ഞു കടിക്കാത്തതെല്ലാം വിജി ഇങ്ങനെ അച്ചാറും ഉപ്പിലിട്ടതുമാക്കുന്നു. ചതാവരിയുണ്ട്, കാന്താരിയുണ്ട്, പാവയ്ക്ക, നാരങ്ങ, മാങ്ങ, വെളുത്തുള്ളി, ക്യാരറ്റ്, മാങ്ങ. പിന്നെ സീസൺ വരുമ്പോൾ ഇറച്ചി, മീന് അതൊക്കെ ചെയ്യും. IRDPയുടെ ഓണച്ചന്തയിൽ പോയിരുന്നു. വ്യവസായമേളയുടെ SDVയിലുണ്ടായിരുന്നു, അതിന് പോയി. ഇനി ഡിസംബർ മാസം ഉണ്ട്, അതിന് പോകണം. അതിന് ഓരോന്ന് നേരത്തെ സെറ്റ് ചെയ്ത് വരുവാണ്. മുനിസിപ്പാലിറ്റി ജീവനക്കാരനായ ഭർത്താവ് ജോസഫാണ് വിജിയുടെ കൈപുണ്യം ആദ്യം തിരിച്ചറിഞ്ഞത്. ഭർത്താവിനായി എല്ലാ മാസവും പുതിയ പുതിയ വിഭവങ്ങൾ അച്ചാറും ഉപ്പിലിട്ടതുമാക്കി പരീക്ഷിച്ചു. ജോസഫിന്റെ പ്രോത്സാഹനവും സ്വന്തം ആത്മവിശ്വാസവും ഇത്തിരി മുടക്കുമുതലുമായി വിജി തന്റെ രുചിക്കൂട്ടുകൾക്ക് വിപണി സാധ്യത തേടുകയായിരുന്നു. ആലപ്പുഴയ്ക്ക് പുറത്തും വിജീസ് പിക്കിൾസിന്റെ രുചിക്ക് ഇപ്പോൾ പ്രിയമേറുകയാണ്. വിജീസ് പിക്കിൾസ് വേണ്ടവർ ആലപ്പുഴയിലെ ബീച്ച് റോഡിലെ കടയിലേക്ക് വന്നേ മതിയാകൂ. ഒരിക്കൽ വരുന്നവർ വീണ്ടും വരുമെന്നുറപ്പ്. പുറത്തോട്ട് പോകുന്നതാണ് കൂടുതൽ. അതാണ് ഞങ്ങൾക്ക് കച്ചവടം കിട്ടുന്നത്. ഗൾഫ് ടീമിലാണ് ഒരുപാട് വന്ന് ചാടുന്നത്. അവർ വന്ന് അവരുടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംമാതിരി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ മലയാളം എവിടെ ഉണ്ടാ അവിടെ എല്ലാം ഈ സാധനം പോയിരിക്കും. ഒരു പ്രാവശ്യം കൊണ്ടുവരും എന്നെ പിന്നെ അവിടെ വന്ന് വാങ്ങിക്കും. ഇപ്പോൾ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെയും തിരിച്ചു വരും. ഇവിടെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകും. കടയ്ക്ക് മുന്നിൽ അച്ചാറും ഉപ്പിലിട്ടതും കണ്ണാടി ഭരണികളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി നിർത്തിവച്ചിരിക്കുന്നു. കുട്ടികളാണ് ഇതിന്റെ പ്രധാന ഉപഭോക്താക്കൾ. കടയിൽ വരുന്നവർക്ക് സാമ്പിൾ നോക്കുകയുമാകാം. ചെറിയ വിലയേയുള്ളൂ. ഒരു നെല്ലിക്കയ്ക്ക് വലുപ്പമനുസരിച്ച് 1 മുതൽ 5 രൂപ വരെ, മാങ്ങ ഒന്നിന് 2.5 രൂപ, പൈനാപ്പിളിന് 5 രൂപ എന്നിങ്ങനെ. ചില്ലറ വിൽപ്പന കൂടാതെ ഒരു വിപണന തന്ത്രവുമുണ്ട് ഈ കണ്ണാടി ഭരണികൾക്ക്. കൊതിയൂറുന്ന അച്ചാറുകൾ ഭരണിയിലിരിക്കുന്നതിന്റെ ഭംഗി, ഒന്നെടുത്ത് രുചിക്കാൻ തോന്നുന്ന പ്രലോഭനം. രുചിച്ചു നോക്കുന്നവർ ഒരു ചെറിയ കുപ്പി അച്ചാറോ ഉപ്പിലിട്ടതോ എങ്കിലും വാങ്ങുമെന്ന കാര്യം പറയണ്ടല്ലോ. അച്ചാറുകളും ഉപ്പിലിട്ടതും കൂടാതെ ഉച്ചയ്ക്കും വൈകിട്ടും നല്ല ചൂട് കഞ്ഞിയും ചമ്മന്തിയും വിജിയുടെ കടയിൽ കിട്ടും. തൊട്ടുകൂട്ടാൻ അച്ചാറുകൾ ആവശ്യം പോലെയും. വില ഒരു പ്ലേറ്റിന് 10 രൂപ മാത്രം. ഇതിനും ആവശ്യക്കാർ നിരവധിയാണ്. ഇഞ്ചിയും കറിവേപ്പിലയും മുളകും ഉപ്പുമാങ്ങ അച്ചാറും ചേർത്ത സംഭാരമാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. നമ്മൾ തന്നെ അത് ചെയ്യുന്നതാണ്. വീട്ടിൽ പാലോറൊഴിച്ച് കാന്താരിയൊക്കെ ഇട്ട് നമ്മൾ തന്നെ തയ്യാറാക്കുന്നത്. അത് ഇഷ്ടംമാതിരി ചിലവാകുന്നുണ്ട്. പോകും. 6 ഇപ്പോൾ പാലിനൊക്കെ വില കൂടിയ 1 രൂപയുടെ കൂട്ടി 7 രൂപയ്ക്ക് മോര് പോകുന്നുണ്ട്. ഇഷ്ടംമാതിരി മോര് പോകുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് രുചികൾക്ക് പുറകെ പായുന്ന ഉപഭോക്താക്കളെ തന്നെയാണ് നാടൻ രുചിക്കൂട്ടുകളിലൂടെ വിജി ആകർഷിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ദിവസം 1000 രൂപയെങ്കിലും വരുമാനം ഇത്തരത്തിൽ ഈ വീട്ടമ്മ ഉണ്ടാക്കുന്നു. ബീച്ചിൽ തിരക്കേറുന്ന ദിവസങ്ങളിൽ അതിലും കൂടുതലും. ചെറുകിട സംരംഭകർക്ക് അനുകരിക്കാവുന്ന മാതൃക.